നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രസകരമായ ഒരു കഥയാണ്. അത് മറ്റാരുടെയുമല്ല, തെന്നാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അത്ഭുതകരങ്ങളായ എന്തെന്തു വിദ്യകളാണ് ആ ഇന്ദ്രജാലക്കാരൻ കാണിച്ചത്. ആദ്യം അയാൾ കുറേ ചരൽക്കല്ലുകൾ പൊക്കിയെടുത്തു. കൈപ്പടങ്ങളിൽ പൊത്തിപ്പിടിച്ച് കറക്കി. ഏതോ ഭാഷയിൽ എന്തൊക്കെയോ ഉരുവിട്ടു. എന്നിട്ട് കയ്യിലിരുന്നത് സദസ്യർക്ക് നൽകി. ചരൽക്കല്ലുകളല്ല, സ്വർണ്ണ നാണയങ്ങൾ. പിന്നീട് ചെയ്തത് മറ്റൊരു വിദ്യയാണ്. നിങ്ങൾക്ക് ഏതേതു സുഗന്ധദ്രവ്യങ്ങൾ ആണോ വേണ്ടത്? അയാൾ വിളിച്ചു ചോദിച്ചു. ഒരാൾ പറഞ്ഞു ചന്ദനം വേണമെന്ന്. വേറൊരാൾ പനിനീർ ആവശ്യപ്പെട്ടു. ഇനിയൊരാൾ സാമ്പ്രാണി ചോദിച്ചു. ഇന്ദ്രജാലക്കാരൻ ഓരോരുത്തർക്കും അവ നൽകി. അവരവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ തന്നെ ഇന്ദ്രജാലക്കാരൻ നൽകി. അങ്ങനെ അനേകം വിദ്യകൾ പ്രദർശിപ്പിച്ചു. അയാൾ സദസ്യരോട് അവരെ അത്ഭുത സ്തബ്ധരാക്കിയ രീതിയിൽ നടത്തിയ വിദ്യകൾ വളരെ മികച്ചതായിരുന്നു. കാണികളെല്ലാവരും അത്ഭുതത്തോട് ആ ഇന്ദ്രജാലക്കാരനെ നോക്കി. ഒന്ന് പ്രത്യേകമായിരുന്നു അയാളുടെ അവസാനത്തെ ഇന്ദ്രജാലം. അയാൾ സ്വന്തം ശിരസ് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് അതിനെ സ്വന്തം കൈകളിൽ പിടിച്ചു ചുറ്റി നടന്ന് എല്ലാവരെയും കാണിച്ചു. അതിനുശേഷം അയാൾ ഒരു വെല്ലുവിളി നടത്തി. തമ്പുരാനെ, എന്നോട് മത്സരിക്കാൻ ഈ രാജ്യത്ത് ഒരു പുരുഷനുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ മുന്നോട്ട് വരട്ടെ. ഇന്ദ്രജാലക്കാരൻ മത്സരത്തിൽ എന്നെ തോൽപ്പിച്ചുവെന്നിരിക്കട്ടെ, എന്നാൽ അയാൾക്ക് എൻ്റെ തല വെട്ടിയെടുക്കാം. വിദേശിയായി വന്ന ആ ഇന്ദ്രജാലക്കാരൻ ആ രാജ്യത്തെ രാജാവിനോടാണ് വെല്ലുവിളി നടത്തിയത്. വിജയനഗരത്തിൽ കേമന്മാരായ ജാലവിദ്യക്കാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അവിടെ സന്നിഹിതരുമാണ്. എങ്കിലും ഒരുവനും വിദേശിയുടെ വെല്ലുവിളി സ്വീകരിച്ചില്ല. ഇങ്ങനെയൊരു അപൂർവ വിദ്യ അവർ അഭ്യസിച്ചിരുന്നില്ല. അതാണ് കാരണം. വിജയനഗരത്തിലെ ചക്രവർത്തി ലജ്ജിതനായി. ഇവിടുത്തുകാർ മോശമെന്നല്ലേ ഇതിനർത്ഥം? വല്ലവിധത്തിലും രാജ്യത്തിൻ്റെ സൽപ്പേര് നിലനിർത്തണം. അതിന് ആർക്കു കഴിയും? അദ്ദേഹം തെന്നാലി രാമനെ ഓർമ്മിച്ചു. രാമനും ആ സദസ്സിലുണ്ടായിരുന്നു. രാമ, ഈ വിദേശിയെ നിങ്ങൾക്കൊന്ന് തോൽപ്പിക്കാനൊക്കുമോ? രാജാവ് ചോദിച്ചു. എന്തു വിഡ്ഢിത്തരം കാണിച്ചിട്ടായാലും ശരി, നിങ്ങളൊന്ന് പരിശ്രമിക്കണം. നിങ്ങൾക്കത് സാധിച്ചാൽ ഞാൻ 1000 സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്കു തരാം. ചക്രവർത്തി തെനാലി രാമൻ്റെ ചെവിയിൽ പറഞ്ഞു. കേൾക്കാത്ത താമസം രാമൻ എഴുന്നേറ്റ് ഇന്ദ്രജാലക്കാരൻ്റെ മുമ്പിൽ ചെന്നു നിന്നു.